നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിവിൽ സ്റ്റേഷൻ ഉപരോധത്തിന് മുന്നോടിയായി CPM നേതൃത്വത്തിൽ തൊടുപുഴയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഇടുക്കി ജില്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സമ്മർ ക്യാമ്പ് കുളമാവ് നവോദയ വിദ്യാലയത്തിൽ ആരംഭിച്ചു. സർവകലാശാലകളിലെ അധ്യാപക നിയമനം കൂടി PSCക്ക് വിടണമെന്ന് CMP പോളിറ്റ് ബ്യൂറോ അംഗം അഡ്വക്കേറ്റ് G. സുഗുണൻ. വാർത്തകൾ വിശദമായി. സിവിൽ സ്റ്റേഷൻ ഉപരോധത്തിന് മുന്നോടിയായി CPM നേതൃത്വത്തിൽ തൊടുപുഴയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഏരിയ സെക്രട്ടറി VV മത്തായിയാണ് ജാഥ ക്യാപ്റ്റൻ. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ VV മത്തായി, TR സോമൻ, KM ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജാഥ ഡൽഹിയിൽ സമാപിക്കുന്ന സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പാർലമെന്റ് ഹൗസിന് മുമ്പിൽ നടന്ന ബഹുജന മാർച്ചിൽ പങ്കെടുത്തത്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം UPA ഗവൺമെൻറ്, ആ രണ്ടാം UPA ഗവൺമെൻറ് നടപ്പാക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ നമ്മുടെ രാജ്യത്തെ 80-85% വരുന്ന പണിയെടുക്കുന്ന കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം ജീവിതം ദുരിതപൂർണമാക്കുന്നതിനാണ് ഇടവരുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. രാജ്യത്തെ വിരലിലെണ്ണാവുന്ന പ്രാമാണിക വർഗത്തിന്, റിലയൻസിന്, അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്ക് നമ്മുടെ രാജ്യത്തെ പണിയെടുക്കുന്ന കൃഷിക്കാരെയും തൊഴിലാളികളെയും എല്ലാം ചൂഷണം ചെയ്യുന്നതിനും കൊള്ളയടിക്കുന്നതിനും അതുവഴി തടിച്ചു കൊടുക്കുന്നതിനുമുള്ള അവസരമാണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇത് വെറുതെ ചെയ്യുന്നതല്ല. ഇവിടെ പാവപ്പെട്ട കൃഷിക്കാരെയും തൊഴിലാളികളെയും എല്ലാം കൊള്ളയടിച്ചുണ്ടാക്കുന്ന പണത്തിൽ ഒരു പങ്ക് പറ്റുന്ന ഏജന്റന്മാരായിട്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ മാറിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ, പ്രിയമുള്ളവരെ, 1947 മുതലുള്ള സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കെതിരെ നാളിതുവരെ ഉയർന്നു വന്നതിൽ ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന രണ്ടാം UPA ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സമ്മർ ക്യാമ്പ് കുളമാവ് നവോദയ വിദ്യാലയത്തിൽ ആരംഭിച്ചു. കൊച്ചി റേഞ്ച് IG K. പത്മകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ബെന്നി ജോസഫ് അധ്യക്ഷനായിരുന്നു. DYSPമാരായ ആന്റണി തോമസ്, രതീഷ് കൃഷ്ണൻ, ജോർജ് കോശി, R. ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. 400ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ച പാസിംഗ് ഔട്ട് പരേഡ് കൂടി ക്യാമ്പ് സമാപിക്കും. വിജയമില്ല. അത് സ്പോർട്സിലുള്ള വിജയമായാലും, കലയിലുള്ള വിജയമായാലും, രാഷ്ട്രീയമായാലും, ഉദ്യോഗമായാലും, എവിടെയായാലും, അധ്യാപന മേഖലയിൽ എവിടെയായാലും കർശനമായ അച്ചടക്കവും നല്ലപോലുള്ള അധ്വാനവും ഇല്ലാതെ ഒരിടത്തും ഒരാൾ വിജയിച്ചിട്ടില്ല. അതാണ് ലോകചരിത്രം പറയുന്നത്. ആർക്കും ഒന്നും ഒരു സ്വർണ്ണ തളികയിൽ ദൈവം കൊണ്ട് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പല രീതിയിലാണെന്ന് മാത്രം. പിന്നെ അധ്വാനിക്കുന്ന എല്ലാവരും വിജയിക്കണമെന്നില്ല. ചിലരെല്ലാം പരാജയപ്പെട്ടു പോകും. അത് ലോകത്തിന്റെ ദൈവമാണ്. എല്ലാവരും ഒരുപോലെ വിജയിക്കുന്ന ഒരു ലോകമല്ല നമുക്ക്. അപ്പൊ പരാജയം ഉണ്ടാകുമ്പോൾ അതും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം. എനിക്ക് ഏറ്റവും നിങ്ങളോട് പറയാനുള്ളത്, ഈ ക്യാമ്പിൽ നിങ്ങൾ 3 ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ക്യാമ്പിൽ ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാനുണ്ട്, ഒരുപാട് വേറെ കലാപരിപാടികൾ എല്ലാം ഉണ്ട്. നിങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി മനസ്സ് തുറന്നും ഈ ക്യാമ്പിൽ പങ്കെടുക്കുക. പരസ്പരം പരിചയപ്പെടാൻ ശ്രമിക്കുക. കൂടുതൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. എങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജീവിക്കാൻ കഴിയും. ഇവിടെ എല്ലാം ഷെയർ ചെയ്യണം. എല്ലാവർക്കും താമസിക്കാൻ ഒറ്റയ്ക്കൊരു മുറിയും ഒറ്റയ്ക്കൊരു ബാത്റൂം ഒന്നും എല്ലാം കിട്ടുന്നത്. എല്ലാം ഷെയർ ചെയ്യണം. അതുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്യാനുള്ള, അതാണ് മനുഷ്യന്റെ വിജയത്തിന്റെ, സമൂഹത്തിൽ മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. നമുക്ക് പരസ്പരം പങ്കുവെക്കാനുള്ള, മടിയില്ലാതെ പങ്കുവെക്കാനുള്ള കഴിവ്. എല്ലാവർക്കും എല്ലാം ഇല്ല ഈ ലോകത്ത്. വളരെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് നമ്മൾ പങ്കുവെച്ചാണ് ജീവിക്കുന്നത്. ആ സന്തോഷത്തോടെ പങ്കുവെക്കാനുള്ള മനസ്സിൽ നിങ്ങളൊന്ന് പഠിക്കണം. ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഉദ്ദേശം നിങ്ങളെല്ലാവരും പോലീസുകാരാക്കാനോ പോലീസ് ഓഫീസർമാരാക്കാനോ ഒന്നുമല്ല. ആർക്കെങ്കിലും പോലീസിൽ വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വളരെ സന്തോഷം, നിങ്ങൾക്ക് സ്വാഗതം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനപ്പുറം നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിനും സന്തോഷം. പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന ലെസൺസ്, ഇവിടുന്ന് കിട്ടുന്ന മൂല്യങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന
കിട്ടുന്ന പാഠങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് എപ്പോഴും നിങ്ങൾക്ക് അത് സഹായകരമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സർവകലാശാലകളിലെ അധ്യാപക നിയമനം കൂടി PSCക്ക് വിടണമെന്ന് CMP പോളിറ്റ് ബ്യൂറോ അംഗം അഡ്വക്കേറ്റ് G. സുഗുണൻ. അനധ്യാപക നിയമനം PSCക്ക് വിടാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപക നിയമനത്തിലെ ക്രമക്കേടുകൾ കണ്ടില്ലെന്ന് UDF സർക്കാർ നടിക്കുന്നത് അപമാനകരമാണ്. സ്വയംഭരണ കോളേജുകൾ അനുവദിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന നിയമനങ്ങളെ സംബന്ധിച്ച്, അധ്യാപക നിയമനത്തെ സംബന്ധിച്ചായാലും ശരി, അനധ്യാപക നിയമനങ്ങളെ സംബന്ധിച്ചായാലും ശരി, വലിയ ആക്ഷേപം കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന 400-ന് ആളുകളെ അസിസ്റ്റന്റ് നിയമനത്തെ സംബന്ധിച്ച് വളരെ മോശമായ, ഏറ്റവും ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി, ക്രമക്കേട് ആ നിയമനത്തെ സംബന്ധിച്ച് നടത്തുമെന്ന് കോടതികൾ ഏറ്റവും അവസാനമായി കേരള ഹൈക്കോടതി പോലും പറഞ്ഞു. ഒരു രീതിയിലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. നിയമനങ്ങൾ PSCക്ക് വിടുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഗൗരവമായി ആലോചിക്കണമെന്നുള്ള വിധി വന്നു. എല്ലാം അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. യൂണിവേഴ്സിറ്റികളിലെ അനധ്യാപക നിയമനങ്ങൾ അധ്യാപകരെ ഒഴിവാക്കി അസിസ്റ്റന്റുമാരും പ്യൂൺമാരും അങ്ങനെയുള്ള ആളുകളുടെ നിയമനങ്ങൾ മാത്രം PSCക്ക് വിടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. യൂണിവേഴ്സിറ്റികളിലെ പ്രധാന സ്റ്റാഫ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്, അധ്യാപകരാണ്, പ്രൊഫസർമാരാണ്. അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് താഴേക്കിടയിലുള്ള ഏതാനും ആളുകൾ. തൊടുപുഴ താലൂക്ക് NSS യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെല്ലാവരും എല്ലാ പ്രോഗ്രാമിനും വരും. പക്ഷെ മാതാപിതാക്കൾക്ക് വരാൻ വളരെ മടിയാണ്. എത്ര കുട്ടികൾക്ക് സ്വന്തം പാത തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ ഇടയിലുണ്ട്. നമ്മളത് കണക്കാക്കേണ്ടതാണ്. 95% മാർക്ക് മേടിച്ച ഒരു കുട്ടിക്ക് അതിനേക്കാൾ ഏറ്റവും താല്പര്യമുള്ളത് ഒരുപക്ഷെ പെയിന്റിങ്ങിലായിരിക്കാം, സംഗീതത്തിലായിരിക്കാം, അല്ലെങ്കിൽ സാഹിത്യത്തിലായിരിക്കാം. പക്ഷേ അതിന് മാതാപിതാക്കളെ അതിന് കൂട്ടുനിൽക്കുമോ? പക്ഷെ ഒരുപക്ഷെ അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ സുരക്ഷിതത്വവും നമ്മുടെ ജീവിത സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യവും കൂടിയാണ്. ആ ഉത്കണ്ഠ മാതാപിതാക്കൾക്ക് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ഒരു കരിയർ ഗൈഡൻസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇന്നുണ്ടായിരിക്കുന്നത്, നിങ്ങൾ ഏതാനും നാളുകൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു ലേഖനം വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളത് വായിച്ചിരിക്കേണ്ടതായിരുന്നു. കേരളം ഭരിക്കുന്നത് ഇനി സ്ത്രീകളാണ് എന്നാണ് ആ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ആൺ മേൽക്കോയ്മ ഈ രംഗത്ത് നിന്ന് മാറുകയാണ്. ഇപ്പൊ ഭാഷാ പഠന രംഗത്തേക്ക്, സയൻസ് വിഷയങ്ങളിലേക്ക് എല്ലാം ഏറ്റവും കൂടുതൽ താല്പര്യപൂർവ്വം ഇന്ന് പെൺകുട്ടികളാണ് കടന്നു ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ പെൺകുട്ടികൾ കടന്നു ചെല്ലുന്നത് കൊണ്ട് അധ്യാപന രംഗത്ത് പൂർണ്ണമായിട്ടും പെൺകുട്ടികളുടെ മേൽക്കോയ്മയുണ്ടാകും. അതുപോലെ ഭരണരംഗത്തും ആ മേൽക്കോയ്മ നിലനിൽക്കും. അപ്പൊ ആ നിലയിലാണ് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. IFS ജേതാവ് അരുൺ ലാലിനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് തട്ടക്കുഴ രവി അധ്യക്ഷനായിരുന്നു. ജലജ ശശി, സിന്ധു രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു. അലുമിനിയം ഫാബ്രിക്കേഷൻ ആൻഡ് ഇന്റീരിയർ വർക്കേഴ്സ് അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനവും അംഗത്വ വിതരണവും നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനവും പ്രസിഡന്റ് സിജി ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു. നെജി ഷാഹുൽ ഹമീദ്, ഷമീർ, ഷിജു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. അവരുടെ ജോലിയുടെ കാര്യത്തിൽ ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റ് ജീവിത കാര്യങ്ങളിലൊക്കെ ആരാൻ നോക്കാനില്ലാതെ കഴിഞ്ഞുകൂടേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് പ്രയോജനകരമായ രീതിയിലുള്ള ഒരു സഹായം ലഭിക്കാനുള്ള സാധ്യത. അപ്പോൾ ഞാൻ എൻ്റെ ജില്ലാ പ്രസിഡന്റുകളെ സൂചിപ്പിക്കുന്ന ലക്ഷ്യമില്ലാണ്. അപ്പോൾ അവർ പറഞ്ഞത് മുഴുവൻ ആളുകൾക്കും ഇൻഷുറൻസ് നടപ്പിലാക്കണം. അപ്പോൾ 2-3 ഇൻഷുറൻസ് കമ്പനിയൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇൻഷുറൻസ് ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളെയും
ചെയ്യണം. അതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇപ്പോഴാണെങ്കിലും ഇതിൽ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴുള്ള കേസുകളുടെ ബില്ലിംഗ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 7 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. പത്തനംതിട്ട സീതത്തോട് പള്ളിനടയിൽ ജയ്മോനെയാണ് തൊടുപുഴ 4ാം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ആനി ജോൺ ശിക്ഷിച്ചത്. കുഞ്ചിത്തണ്ണി സ്വദേശിയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി 1 വർഷം വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ബർഗ് ജോർജ് ഹാജരായി. IPC 376 വകുപ്പ് പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും പ്രതിക്ക് 376 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയായിട്ട് 7 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അതിൽ ഈ 10,000 രൂപ പിഴ ഈടാക്കുകയാണെങ്കിൽ അത് ഈ കേസിലെ വിക്ടിമിന് കൊടുക്കുന്നതിനും കോടതിയിൽ നിന്നും ഉത്തരവായിട്ടുണ്ട്. പ്രതി ഈ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇമാതിരിയുള്ള 2 കേസുകളിലെ വിക്ടിം ഈ കേസിൽ തന്നെ സാക്ഷിയായിട്ട് കോടതിയിൽ വന്ന് ഈ പ്രതിക്കെതിരെ മൊഴി നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതി കോടതിയുടെ യാതൊരുവിധ ലീനിയൻസിയും അർഹിക്കുന്നില്ലെന്നും അതുകൊണ്ട് കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് നൽകേണ്ടതാണെന്നും കോടതി വിലയിരുത്തി കൊണ്ടാണ് കോടതി 7 വർഷം കഠിന തടവ് പ്രതിക്ക് നൽകിയിരിക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റിക് വിധേയരായവർക്ക് വേണ്ടി തൊടുപുഴയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിലാണ് ക്ലാസ് നടന്നത്. ഡോക്ടർ മാത്യു എബ്രഹാം, ഡോക്ടർ രാംദാസ് നായിക് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നുള്ള അസുഖം എന്താണ്? അത് നിങ്ങൾക്ക് അതിന് ഷുഗർ എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്താണ് ഈ ഷുഗറും പ്രമേഹവും തമ്മിലുള്ള ബന്ധം? രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി കൂടി നിൽക്കുന്ന അവസ്ഥ, അതാണ് പ്രമേഹം. എന്തുകൊണ്ടാണ് രക്തത്തിലെ ഷുഗർ കൂടി നിൽക്കുന്നത്? രക്തത്തിൽ എവിടുന്ന ഷുഗർ വരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും മെറ്റബോളൈസ് ചെയ്ത് അതിൽ നിന്നും സ്വാംശീകരിക്കപ്പെട്ട് വരുന്ന ഷുഗർ, അത് രക്തത്തിൽ ഷുഗറായിട്ടാണ് ഗ്ലൂക്കോസ് ആയിട്ടാണ് രക്തത്തിലൂടെ അത് സഞ്ചരിക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നെല്ലാം വരുന്ന അന്നജം അടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നെല്ലാം സ്വാംശീകരിക്കപ്പെട്ട് അത് ഗ്ലൂക്കോസായി മാറി രക്തത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഈ ഗ്ലൂക്കോസാണ് ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലുള്ള വിവിധ കലകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നത് ഈ ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്തിട്ടാണ്. അപ്പം ശരീരത്തിന് ആവശ്യമുള്ള ഊർജം തരുന്നതാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഷുഗർ കൂടുതൽ ഊർജ്ജമുള്ളവരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അധികമായ അമൃതം വിഷം. അതുപോലെ ഷുഗർ രക്തത്തിൽ അധികമായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് കേടാകുന്നത്. എന്തുകൊണ്ടാണ് ഷുഗർ അധികമായിട്ട് വരുന്നത്? ഷുഗർ മെറ്റബോളൈസ് ചെയ്യുന്നത്, ഷുഗറിനെ ശരീരത്തിൻ്റെ ആവശ്യമായ രീതിയിലേക്ക് മാറ്റാൻ ഒരു ഹോർമോൺ ആവശ്യമാണ്, ഇൻസുലിൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇൻസാരമായി കാണുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ് കൂടുതലും നിങ്ങളിപ്പോൾ അറിയാനായിരിക്കുന്നത്. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സുഹൃത്ത് സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PS രാജീവിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. NGO സംഘ് പ്രസിഡന്റ് KP രാജേന്ദ്രൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. രാഷ്ട്രീയം എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം രാഷ്ട്രഹിതമാണ്. രാഷ്ട്രത്തിന് എന്താണോ ഹിതം അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ പ്രവർത്തന ശൈലിയെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്, അതിനെ വിലയിരുത്തേണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രഹിതം ആണ്. അപ്പോൾ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. രാഷ്ട്രഹിതത്തിന് വേണ്ടി തന്നെ നമ്മൾ സമൂഹത്തിലെല്ലാം പ്രവർത്തിക്കുന്നത്. ഈ സംഘടനയും അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ കക്ഷി രാഷ്ട്രീയം, ഇല്ലാത്ത വോട്ട് പൊളിറ്റിക്സ് ഇല്ലാത്ത സംഘടനകളാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെ പിന്തുണയ്ക്കായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഈ നോട്ടീസിൽ പേര് വായിച്ച എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതിലിപ്പോൾ ഇതിൽ വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല.
ഞങ്ങൾക്ക് ഇതിൽ നിന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവാമെന്ന് ഞാൻ പരമായിട്ട് പറയല്ല. പക്ഷേ അതുകൊണ്ട് കൂടി രാഷ്ട്രീയ കക്ഷികൾക്ക് അനുകൂലമായ പ്രവൃത്തിയിൽ അങ്ങനെ ചില ദോഷങ്ങളും ഇക്കാര്യത്തിലുണ്ട്. കേരള NGO സംഘടനയെ സംബന്ധിച്ചിടത്തോളം പലരും BJP അനുകൂല സംഘടന എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാറുണ്ട്. പക്ഷേ വാസ്തവത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെയാണ് ഞങ്ങളും പ്രവർത്തിച്ചു വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിവിൽ സ്റ്റേഷൻ ഉപരോധത്തിന് മുന്നോടിയായി CPM നേതൃത്വത്തിൽ തൊടുപുഴയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഇടുക്കി ജില്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സമ്മർ ക്യാമ്പ് കുളമാവ് നവോദയ വിദ്യാലയത്തിൽ ആരംഭിച്ചു. സർവകലാശാലകളിലെ അധ്യാപക നിയമനം കൂടി PSCക്ക് വിടണമെന്ന് CMP പോളിറ്റ് ബ്യൂറോ അംഗം അഡ്വക്കേറ്റ് G. സുഗുണൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.